അതെ 10 രൂപ വെള്ളം മേടിക്കാതെ. ഇതല്ലടാവേ പ്രകൃതിയുടെ വരദാനം. അടിക്കണത് കീടനാണെങ്കിൽ സംഭവം കളറാം. 10 രൂപ ഉണ്ടെങ്കിൽ ഒരു ബീഡി വാങ്ങിക്കാം. വിഷുവാന്ന് അറിയണെങ്കിലേ ഇപ്പൊ കലണ്ടർ നോക്കേണ്ട അവസ്ഥയാ. പണ്ടൊക്കെയാണ് കൈനീട്ടെങ്കിലും കിട്ടുക. അപ്പൊ ഹാപ്പി വിഷു എന്നാ പിടി, സ്വയം സാധനം പിടി. ഹാപ്പി പിടിക്കടാ എന്നാ പിടി. ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. എന്റെ പൊന്നടാവ് ഇങ്ങനെയൊന്നും കൊടുക്കില്ല, കൂമ്പ് പഠിപ്പൂ. ചേട്ടന്മാരെ വിഷുവായിട്ട് കൈനീട്ടൊന്നുമില്ലേ? പൊന്നുണ്ട് കേട്ടാ, പണിയിൽ 5 പൈസയില്ല. അതിനിടയ്ക്കാണ് എന്റെ കൈനീട്ടം. വിട്ടുപോടാ. ടച്ചിങ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് കാടും പൂമ്പ് വെച്ച് അടിച്ചോണ്ടിരിക്കുക. അന്നേരം അവന്റെ നിങ്ങളടിക്കണ പിള്ളേരാണ്. अम्मा तू किधर है? ओ 20 के पास आजा गाड़ी लेके. ചേട്ടാ മാരെ ഒരേ വിഷുവിൻ്റെ ആയിന ഫെബ്രുവരി. രാജുഭായ് കൂടുന്നോ? ചേട്ടാ ഒരു വീട്ടിൽ ആൾ പോരും, അമ്മ വീട്ടിൽ പോകണം. പൊന്നളിയാ, രാജുഭായിക്ക് വരെ വിഷു. ചേട്ടാ ഒരു വിഷു ഒരു കായന കിട്ടും. ചേട്ടാ ഒരു ഉച്ചയ്ക്ക് സജ്ജയുണ്ട്, ഒരു വീട്ടിലേക്ക് പോരെ, ഫുഡും ഉണ്ട്. രാജുഭായി അടിപൊളിയാണല്ലോ. ചേട്ടാ ഒരു കാർ വാങ്ങും. കാറോ? സെക്കൻഡ് ഹാൻഡ് മേടിച്ചു, 4 വരും. तुम कहाँ है इतना टाइम? അല്ല സാറേ, ഒരു ഇച്ചിരി താമസിച്ചു പോയി, സോറി. സോറി വേണ്ട, ഒരു മലയാളി പണിക്ക് പഠിച്ച് അത് കുഴപ്പം. ചേട്ടാ നിങ്ങൾ പുതിയ വണ്ടി തുമ്പാ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകണം. രാജുഭായിയുടെ യോഗം. ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന രാജാവാ. ചുമ്മാ കലിങ്കേരുന്ന് കള്ളു കുടിച്ച പണി എടുക്കണം. പണി കണി കാണും നേരം കമലനേത്രന്റെ. ഇന്ന് വിഷു ആയിക്കൊണ്ട് ഇതൊക്കെ ഇന്ന് വേണോ മക്കളെ? ഇത് അല്ല സാറേ, അത് പിന്നെ എടാ കൊച്ചേ, ഇപ്പൊ ആ പോയത് രാജുഭായി അല്ലേ? അവൻ ബംഗാളിൽ നിന്ന് പണിക്ക് വന്നതല്ലേ നമ്മുടെ കേരളത്തില്. ഇന്ന് അവൻ ആരാ? അന്യനാട്ടിൽ നിന്ന് അവൻ ഇവിടെ വന്ന് പണിത് വീടും സ്ഥലവും സ്വന്തമായി വണ്ടിയും വാങ്ങി. അതുമാത്രോ, നമ്മുടെ ആഘോഷവും സംസ്കാരവും നമ്മളെക്കാൾ കൂടുതൽ അംഗീകരിച്ച് നടപ്പാക്കുന്നവനവൻ. സാറേ ആകപ്പാടൊരു വിഷുവല്ലേ ഉള്ളൂ. ഹാ മക്കളെ, വെറുതെ ഊതല്ലേ. നിങ്ങൾക്കൊക്കെ 365 ദിവസവും വിഷുവാന്ന് എനിക്കറിയാം. അല്ല സാറേ, ഞങ്ങള് പണിയില്ലാത്ത ദിവസം മാത്രം. അതിന് നീയൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? പണി വേണ്ടേ? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പണി കിടക്കുന്നു, ഇഷ്ടംപോലെ പണിയുണ്ട്. രാജുഭായിയെ പോലെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് പണിയുന്നു. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരോ അവർ ഈ വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കി നടക്കുന്നവരാ. ആ മക്കളെ, പണിക്ക് പോകാനും കുടുംബം നോക്കാനുള്ള മനസ്സാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അതിന് ഈ ദുശീലമൊക്കെ ഒന്ന് മാറ്റേ. ആ സാറേ, അജിക്കുട്ടാ, രാജുഭായി വിളിച്ചിട്ടില്ലേ? ഞാനും വരുന്നു, നമുക്ക് ഒന്നിച്ച് പോയേക്കാം. നിങ്ങൾ അങ്ങോട്ട് വരില്ലേ? വന്നേക്കാം ചേട്ടാ. എടാ സാറ് പറഞ്ഞാലും കാര്യമില്ലടാ. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് പണിത് കാശുണ്ടാക്കി. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരോ ഇതുപോലെ കവലയ്ക്ക് കള്ളും കുടിച്ചിരിക്കുക. വിഷുവല്ലടാ, നമുക്കൊന്ന് വീട്ടിൽ പോയാലോ? ശരിയാടാ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാതെ പിന്നെ നമ്മൾ എന്തിനാ? ശരിയാണ്, നമുക്ക് വീട്ടിൽ പോയി കുറെ സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് രാജുഭായിയുടെ വീട്ടിൽ പോയി സദ്യ വന്നു. അപ്പൊ ഇതെന്നാടാ ചെയ്യണ്ടേ? എറുതികളേടാ, വാ പോകാം. കളഞ്ഞേക്കട്ടെ. അപ്പൊ നമ്മൾ നേരെ അശോകന്റെ ഇടന്ന് സാധനം മേടിച്ച് നേരെ രാജുഭായിയുടെ വീട്ടിലേക്ക്. വണ്ടിയുടെ പോലെ ഇന്ന് ഒരു കാര്യമുണ്ട്. സിബി നിർത്തിക്കേ. ഹാപ്പി വിഷു. അളിയ ദുബായിന്ന് വന്നു മക്കളെ. ഇതിലേതാ ആദ്യം അടിക്കേണ്ടത്? എന്നാ ഇതങ്ങ് അടിച്ചിട്ട് പോയാ പോരെ? നാളെ നന്നായ കുഴപ്പമുണ്ടോ? ആർക്ക് കുഴപ്പം? എന്നാ സെറ്റ്. നീ അറിഞ്ഞോ ഷാപ്പുകൾ തുറക്കുന്നുണ്ട്.